കേരളത്തിനോട് ഏറ്റവും അടുത്ത് ലൊക്കേറ്റ് ചെയ്യുന്ന പ്രൈവറ്റ് വെറ്റിനറി കോളേജുകൾ, അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറ്റവും മലയാളികൾ പഠിക്കുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കോളേജുകൾ, അത് കമ്പൈൻഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. കേരളത്തിനോട് ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാലും കേരളത്തിൽ നിന്ന് അകലെയാണ് ഈ കോളേജുകളെല്ലാം ഇരിക്കുന്നത്. കാരണം പ്രൈവറ്റ് വെറ്റിനറി കോളേജുകൾ ആകെയുള്ള സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. അതിൻ്റെ അകത്ത് ഹരിയാനയിലും രാജസ്ഥാനിലുള്ള മെയിനായിട്ട് കോളേജുകളെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള പ്രൈവറ്റ് കോളേജ് കേരളത്തിൽ നിന്ന് നോക്കുമ്പം നമ്മൾ ഡൽഹി എടുത്ത് പറയേണ്ടി വരും. അതെ, അതായത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ളതാണ്. കാരണം വേറൊന്നുമല്ല, ഈ തമിഴ്നാട്, കർണാടകയിലൊക്കെ NRI വെറ്റിനറി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി വർഷങ്ങൾ കളഞ്ഞേക്കുന്ന ആളുകൾ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് അവിടുന്ന് ഇവിടെ നോക്കി അല്ല, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിനിമം അതുപോലെ NRI സീറ്റ് വേണ്ടി 2 വർഷം വെയിറ്റ് ചെയ്ത് 5 പേരിൽ നമ്പർ തരാൻ പറ്റും. അതെ 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 അതൊരു പ്രാക്ടിക്കൽ, നമുക്ക് വേറെ വീഡിയോ സംസാരിക്കാം. അതെ അതെ എന്തുവാട്ടെ നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ ഏറ്റവും അടുത്തുള്ള പ്രൈവറ്റ് വെറ്റിനറി കോളേജുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹരിയാനയിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ആണ് ഉള്ളത്. അതെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എങ്ങനെ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് കോളേജ് ചൂസ് ചെയ്യുന്നുണ്ട്? ഏറ്റവും കൂടുതൽ മലയാളി സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജാണ് ഏറ്റവും നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വെർത്തായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കോളേജ്, ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളത്. മലയാളി സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടുതലുള്ളത് എയർപോർട്ടായിട്ട്, ഇപ്പോൾ ഡൽഹി അല്ലെങ്കിൽ ജയ്പൂർ, ഇങ്ങോട്ട് 2 ഫ്ലൈറ്റ് ഉള്ളൂ. വേറെ ഏതെങ്കിലും എയർപോർട്ടൊക്കെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഡെയിലി ഒരു ഫ്ലൈറ്റ് വരുന്ന എയർപോർട്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതല്ല, ഡൽഹി അല്ലെങ്കിൽ ജയ്പൂർ എയർപോർട്ടിനോട് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള കോളേജുകൾ ഏത്, മലയാളി സ്റ്റുഡൻസിൻ്റെ നമ്പർ കൂടുതൽ ഏത്, മലയാളി സ്റ്റാഫുകളുള്ളത് എവിടെ, അല്ലെങ്കിൽ മലയാളി ഷെഫ് ഉള്ളത് എവിടെ, മലയാളി ഇൻവോൾവ്മെൻ്റ് ഉള്ള കോളേജുകൾ, മാനേജ്മെൻ്റ് ഉള്ള കോളേജുകൾ, ഈ ഏത് കോളേജസൊക്കെ എന്ന് അറിഞ്ഞിട്ട് ചൂസ് ചെയ്യുവാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൈവറ്റ് വെറ്റിനറിക്ക് നമ്മളൊരു 35 lakhs എങ്കിലും നിങ്ങൾ ഇൻക്ലൂഡിങ് അക്കോമഡേഷൻ നിങ്ങൾ കാണേണ്ടി വരും 5 വർഷത്തേന്. ഇതുണ്ടെങ്കിലാണ് നീറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം 100%. നിങ്ങൾ നീറ്റ് അല്ലെങ്കിൽ നിങ്ങൾ NRI കോട്ടയിലുള്ള ആളായിരിക്കണം. നീറ്റ് ക്വാളിഫൈഡ് ആണെങ്കിലാണ് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള പോസിബിലിറ്റി ഉള്ളത്. കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് ഈ പറഞ്ഞ ഡൽഹി സൈഡിലൊക്കെ നമുക്കൊരു 1 hour ട്രാവലിൽ എത്താവുന്ന ഇഷ്ടംപോലെ കോളേജ് ഉണ്ട്. 3 hour കൊണ്ട് എത്താവുന്നുണ്ട്. സോ ക്വാളിറ്റി മനസ്സിലാക്കി നിങ്ങളുടെ ഫീസ്, ഞാൻ പറഞ്ഞല്ലോ, മിനിമം ഒരു 30 lakhs എങ്കിലും ഉണ്ടെങ്കിലാണ് നമുക്ക് വെറ്റിനറിക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. ഉണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒത്തിരി കോളേജസ് ഡൽഹിയിലും രാജസ്ഥാനിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ച്, എന്ന് പറഞ്ഞാൽ 45 ഒക്കെ ഗവൺമെൻറ് ഫീസുള്ള കോളേജിൽ നമുക്ക് 35 എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നോർത്തിലേക്ക് പോകുമ്പോൾ മലയാളി പോപ്പുലേഷൻ കൂടുതലുള്ളത് പഠിക്കണം എന്ന് പറയുന്ന കാര്യം നമ്മൾ ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ പറയാം. ഓരോ സ്റ്റേറ്റിലുള്ള കുട്ടികളുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പോൾ നോർത്ത് അല്ലേ, ഇപ്പോൾ ഒരു കാറ്റഗറി. അതെ, തമിഴ് നമ്മൾ മോശമായിട്ട് പറയണില്ല, തമിഴ് സ്റ്റുഡൻസിന് 95% ഡെൻസിറ്റി ഉള്ള കോളേജുകളിൽ ഒരിക്കലും പോയിട്ട് നമ്മുടെ ഒരു മലയാളി സ്റ്റുഡൻറ്റിന് പൊതുവേ സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രയും ഒരു സ്കില്ലുള്ള ആൾക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സെയിം ഓപ്ഷൻ നമുക്ക് വേറെ നല്ല പ്രീമിയം സെറ്റപ്പിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് പോയിട്ട് അങ്ങനെ സ്ട്രഗിൾ ചെയ്യണത്? അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോളേജിൻ്റെ ഒരു ആഡ് കണ്ടോ അല്ലെങ്കിൽ കോളേജിൻ്റെ വീഡിയോ കണ്ടോ, നിങ്ങളവിടെ പോയി ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു എൻക്വയറി കൃത്യമായിട്ട് നടത്തിയിരിക്കണം. അല്ലെങ്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് സംസാരിച്ചിരിക്കണം. പിന്നെ ഒരു കോളേജിലെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു അഭിപ്രായം മാത്രം കേട്ടിട്ട് നിങ്ങൾ പോയി ചേരരുത്. കാരണം അവർക്ക് ആ കോളേജ് മാത്രം അറിയാം. ഈ എല്ലാ കോളേജിലും തമ്മിൽ 600 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരാം. നിങ്ങൾ അവരുമായിട്ടെല്ലാം സംസാരിക്കുക. നമുക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച്, നിങ്ങൾക്കിപ്പോൾ ഇത്തിരി ഡിസ്റ്റൻസ് കൂടിയാലും പ്രശ്നമാണ്, നിങ്ങൾക്ക് ഇത്തിരി പാക്കേജാണ് കുറഞ്ഞു വേണ്ടതെങ്കിൽ അതിനുള്ള രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോൾ സേഫ് ആയിട്ടുള്ള കോളേജുകൾ ചൂസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം മാനേജ്മെൻറ്റ് ഉൾപ്പെടെ ഗേൾസിന് എഗനസ്റ്റ് ആയിട്ടുള്ള കോളേജുകളുണ്ട്, വെറ്റിനറി കോളേജുകളും. ഒത്തിരി പേരുകെട്ട കോളേജിൻ്റെ ചെയർമാൻ്റെ മകൻ ഗേൾസ് ഹോസ്റ്റലിൽ താമസിക്കുന്ന കോളേജുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അതെ, പത്രത്തിലൊക്കെ വന്ന ന്യൂസാണ് വെറ്റിനറിയെ സംബന്ധിച്ച്. സോ എങ്ങനെ ഒരു ബെറ്റർ കോളേജ് ചൂസ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 200+ മലയാളി വെറ്റിനറി സ്റ്റുഡൻസിനെ ഞങ്ങൾ കഴിഞ്ഞ 5 years അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിട്ട് ബന്ധപ്പെട്ട് എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.